ഇത് മാൽദീവ്സിൽ നിന്നുള്ള ഒരു രംഗമാണ്. ഇവിടെ ഞങ്ങൾ ഇന്ന് നീന്താന്ന് പറഞ്ഞ് വന്നതാണ്. നോക്കുന്ന സമയത്ത് വളരെ ലോ ടൈഡാണ്. വെള്ളം മൊത്തത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഭാഗം മുഴുവനും വെള്ളത്തിലായിരിക്കും. ഇവിടെ വെള്ളമൊക്കെ ഒലിച്ച് താഴേക്ക് പോയിട്ടുണ്ട്. നല്ലൊരു സൺസെറ്റിനുള്ള ടൈമാണ്. ഇനി ടൈമുണ്ട്, നോക്കാം. ഇത് കോറൽസാണ് ഇവിടെ ഉള്ളത്. ഡെഡ് കോറൽസാണ് ഇതൊക്കെ. ഡെഡ് കോറൽസാണ് ഇവിടെ. കോറൽസ് റിംഗ് ടൈപ്പ് കോറൽസാണ്. റിംഗ് ടൈപ്പ് കോറൽസാണ് ഇത്. ഇവിടെ നിറയെ ആ ടൈപ്പുള്ള കോറൽസാണ് കാണുന്നത്. റിംഗ് ടൈപ്പ് കോറൽസാണ്. ബലമുണ്ട്, അതൊക്കെ ബലമുണ്ട്. ഇവിടെയൊക്കെ നോക്കാം. ഇവിടെയൊക്കെ കോറൽസ് ഉണ്ട്. നിറയെ കോറൽസ് കാണുന്നുണ്ട്. ഇതുവഴി നമുക്ക് നടന്നു നോക്കാം. ഇതൊക്കെ റിംഗ് ടൈപ്പ് കോറൽസാണ്. ഇവിടെ വേറൊരു കോറൽസ് കാണാൻ കഴിയും. ഇവിടെ നിറയെ മീനുകളാണുള്ളത്. മീനുകൾ, അനവധി മീനുകളുണ്ട്. പല ടൈപ്പിലുള്ള മീനുകൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ആഴം, ഒരാൾക്ക് ആഴമുള്ള സമയമാണ് ഇത്. ഈ ഭാഗങ്ങളൊക്കെ വെള്ളം ലോ ടൈഡ് ആയതുകൊണ്ട് ആണ് ഇങ്ങനെ കാണുന്നത്. നമുക്കവിടെ കാണാൻ കഴിയും കോറൽസ്. അവിടെ ദൂരെ ഒരു ബോട്ടുണ്ട്. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സൺസെറ്റും സൂപ്പറായിരിക്കും. ചെറിയ തരത്തിലുള്ള മേഘം മാത്രമേ ഉള്ളൂ. ഉള്ള കോറൽസാണ് കാണുന്നത്. ആക്ച്വലി മാൽദീവ്സ് എന്ന് പറയുന്നത് കോറൽ ഐലൻഡ്സാണ്. കോറൽസാണുള്ളത്. സാൻഡി ബീച്ചസ്, അതേപോലെ തന്നെ കോറൽ ഐലൻഡ്സ്. 1200 ദ്വീപുകളാണ് മാൽദീവ്സിൽ മൊത്തത്തിലുള്ളത്. അതിൽ തന്നെ 200 ദ്വീപിലാണ് ആൾതാമസമുള്ളത്. ബാക്കിയുള്ള ഐലൻഡിൽ ജസ്റ്റ് മരങ്ങളും, അതേപോലെ തന്നെ ഒരു കടൽപ്പാമ്പല്ല, വേറെ എന്തോ ഒരു ജീവിയാണ് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല. അത് ഈല് പോലെ ഉണ്ട്, പക്ഷേ ഈലല്ല, അത് വേറെ എന്തോ ഒരു ജീവിയാണ്. പാമ്പ് പോലെ തന്നെ. അങ്ങനെ വിവിധ തരത്തിലുള്ള ആയിരക്കണക്കിന് ജീവജാലങ്ങളാണ് ഇവിടെ ഉള്ളത്. 200 ഐലൻഡ്സാണുള്ളത്. ഇതിൽ 200 ഐലൻഡ്സിൽ മാലയാണ്. മാല ക്യാപിറ്റൽ സിറ്റിയാണ്. മാല സിറ്റി. അവിടെ ഏകദേശം ഒരു 2 ലക്ഷത്തോളം താമസക്കാരാണുള്ളത്. മാൽദീവ്സ് മൊത്തം 5.5 ലക്ഷം ആൾക്കാരാണ് പോപ്പുലേഷനാണുള്ളത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഐലൻഡ് എന്ന് പറഞ്ഞാൽ അത് വന്നിട്ട് 500-600 പേരാണ് കാണുന്നത്. ശരിക്കും റെക്കോർഡ് പ്രകാരം പോപ്പുലേഷൻ വന്നിട്ട് 800 കുറച്ചധികം ആളുകൾ സിറ്റിയിലേക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുടിയേറി പാർത്തവരാണിത്. ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്. വേലിയിറക്കം കാരണം, ലോ ടൈഡ് കാരണം വെള്ളം മൊത്തത്തിൽ താഴ്ന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇതാണ് ദ്വീപിലെ കാഴ്ചകൾ. ബീച്ചസാണ്, സാൻഡി ബീച്ചസാണ്. ഈ ബീച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലക്ഷദ്വീപിലെ ബീച്ചസൊക്കെ ഉണ്ട്, അതും ഇതേപോലെ തന്നെയാണ്. വളരെ മനോഹരമായ ബീച്ചസാണ്. ഇത് മാൽദീവ്സിലെ ബീച്ചസാണ്. ഈ ഐലൻഡ് എന്ന് പറയുന്നത് മാൽദീവ്സിൽ നിന്നും, മാല ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും 190 കിലോമീറ്റർ ദൂരെയാണുള്ളത്. ഈ കോറൽസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 100 കണക്കിന് മീനുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. വെള്ളം ഉള്ള അവസ്ഥയിലാണെങ്കിൽ, വേലി ഏറ്റമുള്ള സമയത്താണെങ്കിൽ ഈ കോറൽസിൻ്റെ ഉള്ളിൽ ഒട്ടനവധി കളർഫുൾ ഫിഷസ്, ചെറിയ ചെറിയ മീനുകൾ, കുട്ടി മീനുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ സമയത്ത് വെള്ളമില്ലാത്തത് കൊണ്ട് മീനുകൾ ബൈ ചാൻസ് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഉണ്ടോയെന്ന് നമുക്ക്
അറിയാനും കഴിയുന്നില്ല. അങ്ങനെ മനോഹരമായിട്ടുള്ള ബീച്ചസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് നിറയെ കോറൽസ്, റിംഗ് ടൈപ്പ് കോറൽസാണുള്ളത്. എല്ലാം ഒരേ ടൈപ്പ് കോറൽസാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും സൺസെറ്റ് ഏകദേശം ടൈം ആയിട്ടുണ്ട്. ക്ലിയർ സ്കൈ ആണ്. വലിയ രീതിയിലുള്ള മേഘങ്ങളോ കാർമേഘങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നോക്കാം. ഇത് ഏതോ ഒരു ജീവിയാണിത്, ഏതാണെന്ന് അറിയുന്നില്ല. നല്ല നീളമുണ്ട്. ഇത് നല്ല നീളത്തിൽ ഇങ്ങനെ കിടക്കണത്. ഇതെന്ത് ജീവിയാണെന്ന് അറിയില്ല. വിഷമുള്ളതാണോ എങ്ങനെയൊന്നും അറിയില്ല എന്താ സംഭവം എന്ന്. നോക്കാം. ആണോ? നമ്മൾ നേരത്തെ കണ്ട കടൽ പാമ്പ് എന്നല്ല, വേറെന്തോ സാധനമാണ്, വേറെന്തോ ഒരു ഇതാണ്. അത് ഇത് അവിടെയോ വേറെ ഒന്ന് കാണുന്നുണ്ട്. അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് ഉള്ളത്. ലോ ടൈഡ് കാരണം, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല വെള്ളമുള്ള കണ്ടീഷനാണ്. ചെറിയ ചെറിയ മീനുകളും കാണാൻ കഴിയും. ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഇന്ന് കുറവാ തോന്നുന്നുണ്ട് ചെറിയ മീനുകൾ. ശരിക്കും ഇതുവരേക്കാണ് വെള്ളം ഉണ്ടായിരുന്നത്. ഹൈ ടൈമിൽ ഇതുവരേക്കാണ് വെള്ളം കാണാം. നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. ഇവിടുന്ന് ഇത്രയും ദൂരത്തിലാണ് കടൽ ഇറങ്ങിപ്പോയിരിക്കുന്നത്. നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. വെള്ളം ഇറങ്ങിപ്പോയി നമുക്ക് കാൽപാദം വരെ വെള്ളം നനയുന്നു. സൺസെറ്റ് ഒക്കെ നമുക്ക് നോക്കാം. വെള്ളത്തിലുണ്ട്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സാണ്, 2 പേര് വന്നിരിക്കുകയാണ്. കുളിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ കുളി നടക്കില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നീന്തിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറി. ലോക്കൽസ് 2-3 പേര് വന്നിട്ടുണ്ട് കുട്ടികളായിട്ട്. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഊഞ്ഞാൽ കടലിലേക്ക് 2 ബീം കൊടുത്തിട്ട് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരൻസും കൂടെ വന്നിട്ടുണ്ട്. സൺസെറ്റ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയും. ക്ലിയർ സ്കൈ ആണ്. വലിയ മേഘങ്ങളോ കാർമേഘങ്ങളോ ഒന്നും തന്നെ ഇല്ല, തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാണാൻ കഴിയും. നോക്കാം. കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മരങ്ങളും ചെടികളും തെങ്ങ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ ഇതാണ് ബീച്ചിലേക്ക് ഇതാണ് കാണുന്നത്. സൺസെറ്റ് വരുന്നുണ്ട്. സൺസെറ്റ് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് സൺസെറ്റ് കാണാൻ കഴിയുന്നതാണ്. അങ്ങ് ദൂരെയായിട്ട് ഒരു ഫിഷിംഗ് ബോട്ടുണ്ട്, മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീച്ചസ് എല്ലാം മനോഹരമായിട്ടുണ്ട്. ലോക്കൽസ് കുറച്ച് ആൾക്കാർ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലാടുന്നതും അതേപോലെ തന്നെ മണലിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അവർ. എല്ലാം മനോഹരമായിരിക്കണം. നോക്കാം. ഇത് വേറൊരു ലൊക്കേഷൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ധോണി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ചെറിയൊരു ഊഞ്ഞാലുള്ളത്. കയറിൽ ടയർ കെട്ടിയിട്ട് അങ്ങനെ
ഊഞ്ഞാൽ ആടാൻ വേണ്ടിയിട്ടുള്ളത്. അത് കുട്ടികൾ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. സൺസെറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. യാതൊരു വിധ തടസ്സങ്ങളുമില്ലാതെ മനോഹരമായിട്ട് തന്നെ നമുക്കത് കാണാൻ കഴിയും. ക്ലിയർ ആയിട്ട് നമുക്കിന്ന് കാണാം നമുക്ക് സൂര്യാസ്തമയം. നമ്മൾ സാധാരണയായിട്ട് സൺസെറ്റ് കാണാൻ പോകുന്നത്, ഞാനൊക്കെ പോയത് കന്യാകുമാരിക്കാണ്. കന്യാകുമാരി പോയി കഴിഞ്ഞാൽ, അതായത് തിരുവനന്തപുരം പോയിട്ട് അവിടുന്ന് കന്യാകുമാരി സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് സൂര്യാസ്തമയം സൂര്യോദയം കണ്ട് അവിടെ വിവേകാനന്ദപ്പാറ, കന്യാകുമാരി ക്ഷേത്രത്തിലേക്കൊക്കെ പോയി തിരിച്ച് തിരുവനന്തപുരം വന്ന് പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ പോയിട്ടാണ് വന്നത്. അന്ന് കന്യാകുമാരി പോയ സമയത്ത് മേഘങ്ങൾ കൊണ്ട് മൂടിയത് കാരണം, കാർമേഘങ്ങൾ മൂടിയത് കാരണം സൺസെറ്റും അതേപോലെ തന്നെ സൺറൈസും സൂര്യാസ്തമയം സൂര്യോദയം നേരെ കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് കാണാൻ കഴിയും, മനോഹരമായിട്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് കാണാം.